ആരോഗ്യ വകുപ്പിനെ വെന്റിലേറ്ററിലാക്കിക്കൊണ്ടാണ് UDF സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ LDF സർക്കാർ അധികാരത്തിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ നിപ്പ, കോവിഡ് ഉൾപ്പെടെയുള്ള വിവിധ വൈറസ് പരത്തുന്ന രോഗങ്ങളെ തുടർന്ന് രോഗികളായ എല്ലാവരുടെ പ്രയാസങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് മന്ത്രിമാർ ജില്ലകളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് അത്തരം രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. അന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആവശ്യമായ മരുന്ന് ആശുപത്രികളിൽ എത്തിയിരുന്നു. ഇപ്പോൾ കോഴിക്കോട് നിപ്പയും വയനാട്ടിൽ ഷിഗല്ലയും എറണാകുളത്ത് അപൂർവമായ മറ്റൊരു വൈറസ് രോഗവും സംസ്ഥാനത്താകെ എലിപ്പനിയും ഡെങ്കിപ്പനിയും ഉൾപ്പെടെയുള്ള പനി വ്യാപകമായിട്ടും ആരോഗ്യ വകുപ്പ് യാതൊരു ഏകോപനവും ഇല്ലാതെ മന്ത്രി പാകിസ്ഥാനിലും ഉദ്യോഗസ്ഥന്മാർ ബംഗ്ലാദേശിലുമായി ഈ സംസ്ഥാനത്തെ ജനങ്ങളെയാകെ പരിഹസിക്കും വിധത്തിലാണ് മാറുന്നത്. നിപ്പ കോഴിക്കോട് ഉണ്ടായപ്പോ ആ നിപ്പ ബാധിതയായ ആളുടെ സ്ഥിരീകരണം സംബന്ധിച്ച് കലക്ടർ കേരളത്തിൽ നിന്ന് പ്രാഥമികമായ പരിശോധന നടത്തിയപ്പോൾ ആരോഗ്യവകുപ്പ് അത് നിപ്പയാണെന്ന് കണ്ടെത്തിയെങ്കിലും പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് കൃത്യമായി അത് സ്ഥിരീകരിക്കാൻ കഴിയുക എന്നതുകൊണ്ട് ആ റിസൾട്ട് വരുന്നതുവരെ പരസ്യമായി പറയുന്നതിന് കാത്തിരുന്നു. അത് സ്ഥിരീകരിച്ചു വന്നപ്പോ കലക്ടർ DMOന്റെ സാന്നിധ്യത്തിൽ അക്കാര്യം പറഞ്ഞു. പക്ഷേ അന്ന് വൈകുന്നേരം ആരോഗ്യമന്ത്രി പറയുന്നത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ്. മാത്രമല്ല ആരോഗ്യമന്ത്രി കോഴിക്കോട് എത്തുകയും ഉണ്ടായില്ല. അദ്ദേഹം സ്വന്തം ജില്ലയായി കാണുന്നത് കോഴിക്കോടാണ്. അദ്ദേഹം താമസിക്കുന്നത് കോഴിക്കോടാണ്. തിരുവനന്തപുരത്ത് നിന്നാണ് ജയിച്ചതെങ്കിലും എന്തുകൊണ്ട് LDF സർക്കാരിന്റെ കാലത്ത് 2 മന്ത്രിമാരും ഇവിടെ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്ത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളോട് പൂർണ്ണമായി മറ്റുള്ളവരെ സഹകരിപ്പിച്ച് അന്നത്തെ പ്രതിപക്ഷ MLA-മാരെ പോലും പൂർണ്ണമായി സഹകരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ആകെ പിന്തുണയോടുകൂടി രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചല്ലോ. ഇപ്പൊ എത്ര പേരാണ് ക്വാറന്റൈനിൽ? കണക്കില്ല. മുൻ മന്ത്രിയും ജനപ്രതിനിധിയുമായ മുഹമ്മദ് റിയാസ് കളക്ടറേറ്റിലെ കൺട്രോൾ റൂമിൽ പോയപ്പോ അദ്ദേഹത്തെ അവിടെ നിന്നും തിരിച്ചയക്കുകയാണ് ചെയ്തത്. കാര്യമായിരുന്നു അത്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് യഥാർത്ഥത്തിൽ ഈ നിപ്പ രോഗി. എത്ര പേരാണ് നിരീക്ഷണത്തിലുള്ളത്? അവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനെ പോലും അറിയിച്ചില്ല. പ്രാദേശിക ആരോഗ്യ വകുപ്പ് ഡോക്ടർമാരെ അടക്കമുള്ളവരെ അറിയിച്ചില്ല. പിന്നെ എങ്ങനെയാണ് ക്വാറന്റൈൻ ഈ രോഗികളായി നാളെ മാറാതിരിക്കാൻ വേണ്ടി പ്രതിരോധ പ്രവർത്തനം നടത്തുക? മാത്രമല്ല നേരത്തെ ഇത്തരം വൈറസ് രോഗങ്ങൾ വന്നാൽ അവിടെ പ്രത്യേകമായ സംവിധാനം ഒരുക്കും. അതും അവരൊരുക്കിയില്ല. ഇങ്ങനെ കുറ്റകരമായ അനാസ്ഥയാണ്. ഒരു DMOനെ പോലും കോഴിക്കോട് നിയമിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണെങ്കിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ നടപടിയെടുത്ത് പുറത്തു നിർത്താൻ നോക്കുന്ന മന്ത്രി കള്ളവും പറയുന്നു.
അദ്ദേഹം പറഞ്ഞു ശബരിമല ഡ്യൂട്ടിക്ക് വേണ്ടി ഡോക്ടർമാരെ നിയോഗിക്കാൻ വേണ്ടി കഴിയില്ലെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ എഴുതിയ കത്താവട്ടെ, ആരോഗ്യവകുപ്പിൽ നിന്ന് ഡോക്ടർമാരെ അയക്കുമ്പോൾ അയക്കുന്ന സ്ഥലത്തെ ആശുപത്രികൾ പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ടിയുള്ള നടപടി കൂടി സ്വീകരിക്കണമെന്നും ക്രമീകരണം ഉണ്ടാക്കണമെന്നുമാണെന്ന് കത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കോഴിക്കോട് നിപ്പയും വയനാട്ടിൽ ഷിഗല്ലയും എറണാകുളത്ത് അപൂർവമായ ഒരു വൈറസ് രോഗവും കേരളത്തിലാകെ ഡെങ്കിപ്പനിയും എലിപ്പനിയും പനിയുമെല്ലാം വ്യാപിച്ചപ്പോൾ ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ് എന്നാണ് വ്യക്തമാവുന്നത്. മറ്റൊരു കാര്യമുള്ളത്, RSSന്റെ ആശയപ്രചരണത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു അഭിഭാഷകൻ, അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ മുഴുവൻ പരിശോധിച്ചാൽ BJP അനുകൂല പോസ്റ്റുകളാണ് കാണുക. പ്രധാനമന്ത്രിയെ വാഴ്ത്തുന്ന വാഴ്ത്തുപാട്ടുകളാണ് കാണുക. അങ്ങനെയുള്ള ഒരു അഭിഭാഷകനെ സ്വർണ്ണ കൊള്ളക്കേസിൽ പ്രതിയായ പങ്കജ് ഭണ്ഡാരിയുടെ അഭിഭാഷകനായ ഒരാളെ എങ്ങനെയാണ് സർക്കാർ പ്രത്യേക അഭിഭാഷകനായി ദേവസ്വം ബോർഡിൽ നിയമിക്കുക? അങ്ങനെയൊരു പോസ്റ്റ് ദേവസ്വം ബോർഡിലില്ല. സീനിയർ അഭിഭാഷകരാണ്. ദേവസ്വം കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോടതിയിൽ ഒരു ഡിവിഷൻ ബെഞ്ചാണ് എന്നതുകൊണ്ട് ആ ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പാകെ ഹാജരാവുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിയുടെ അഭിഭാഷകനെ സർക്കാരിന്റെ അഭിഭാഷകനായി മാറ്റി നിയമിച്ച് ഉത്തരവിറക്കി. ഉത്തരവിറക്കിയതും മുഖ്യമന്ത്രി, പിന്നീട് രാജി ആവശ്യപ്പെട്ടതും മുഖ്യമന്ത്രി. ഇതാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ നിയമിച്ചതിന് ശേഷം SITയുടെ രേഖകൾ അടക്കമുള്ള കേസിൽ പ്രതിക്ക് ആവശ്യമുള്ള രേഖകൾ അവിടെ നിന്ന് സമാഹരിച്ചതിന് ശേഷമാണ് രാജി. ഏതെല്ലാം രേഖകളാണ് ഈ പ്രതിയുടെ അഭിഭാഷകൻ കരസ്ഥമാക്കിയത് എന്നത് ആഭ്യന്തര വകുപ്പ് പറയേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം ജനങ്ങൾക്ക് വ്യക്തമായി, അത് മറ്റൊന്നുമല്ല, ശബരിമലയിൽ സ്വർണം കൊള്ളിയടിച്ചത് ആരപ്പ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. അത് കോൺഗ്രസ് ആണപ്പ എന്ന് ജനങ്ങൾ മനസ്സിലാക്കും വിധത്തിലാണ് ഇപ്പോൾ ഉണ്ടായ നടപടികൾ ആകെ പരിശോധിച്ചാൽ കാണാൻ കഴിയുക. ബന്ധു നിയമനത്തിൽ ആക്ഷേപമുയർന്നു വന്നപ്പോൾ ആ നിയമിക്കപ്പെട്ടയാൾ രാജിവെച്ചു. പ്രതിയുടെ അഭിഭാഷകനെ സർക്കാരിന്റെ അഭിഭാഷകനായി നിയമിക്കപ്പെട്ടപ്പോൾ ആ നിയമിക്കപ്പെട്ടയാള് രാജിവെച്ചു. 2 വിക്കറ്റ് നഷ്ടപ്പെട്ടു എന്നാണ് പരിഹാസത്തോടെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ 2 പേരെയും നിയമിച്ചവരല്ലേ രാജിവെക്കേണ്ടത്? സ്വജനപക്ഷപാതം ഒരിക്കലും ഉണ്ടാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയുടെ വ്യവസ്ഥയനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി സണ്ണി ജോസഫ് അല്ലേ രാജിവെക്കേണ്ടത്? പ്രതിയുടെ അഭിഭാഷകനെ സർക്കാരിന്റെ അഭിഭാഷകനായി നിയമിച്ച മുഖ്യമന്ത്രിയല്ലേ അതിന് ഉത്തരം പറയേണ്ടത്? അതുകൊണ്ട് നിയമിക്കപ്പെട്ടതിന് ശേഷം ബന്ധപ്പെട്ട നിയമനം രാഷ്ട്രീയമായും ധാർമ്മികമായും നിയമപരമായും തെറ്റാണെന്ന് വന്നപ്പോൾ അവരല്ല രാജിവെക്കേണ്ടത്. ഈ നിയമനത്തിന് ഉത്തരവാദികളാണ് രാജിവെക്കേണ്ടത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞതെല്ലാം തന്നെ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഭരണത്തിലെത്തിയപ്പോൾ അവരന്ന് പറഞ്ഞത് അവർക്കെതിരായിട്ട് തന്നെ തിരിഞ്ഞു കുത്തുകയാണ്. അത് മലർന്ന് കിടന്ന് മുകളിലോട്ട് തുപ്പിയതിന്റെ അനുഭവമാണ്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്.
കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.